കളിയാക്കൽ നീലകണ്ഠക്കുറുപ്പ് വേളിക്കുറുപ്പ് എന്ന നമ്മുടെ സ്വന്തം ONV ജ്ഞാനപീഠത്തിന്റെ കൊടുമുടിയിൽ നിന്നുകൊണ്ട് പുഷ്പവൃഷ്ടികൾ ഏറ്റുവാങ്ങുമ്പോൾ വാഗർത്ഥങ്ങളുടെ കാവൽക്കാരൻ കവി അയ്യപ്പൻ അമ്പിളിക്കല്ലിൽ കുതിർത്ത് കൂറ്റം വൃക്ഷമെന്ന പോലെ തന്റെ നാരായം പറിച്ചെടുത്ത് പാതാളദേശത്തെ കൊളുക്കുകയായിരുന്നു. ഇത് അനന്തപുരിയുടെ മാത്രം നേർക്കാഴ്ച. ഡ്രസ്സുകൾ വല്ലോണ്ടോ തപ്പി നോക്കട്ടെ. ഇതെന്തര് അമ്പ് ഏത് നിമിഷവും മുതുകിൽ തറയ്ക്കാം. പ്രാണനും കൊണ്ട് ഓടുകയാണ്. കവിത കവിത അവന്റെ അമ്മയുടെ ഒരു കവിത. അല്ല, അത് കവിതയല്ല, ജീവിതമാണ്. ചേറും ചോരയും ചാരായവും സ്വപ്നങ്ങളും കൂട്ടിക്കൊഴിച്ച അനന്തപുരിയിലെ അനാഥനായ കവിയുടെ ജീവിതം കണ്ണുള്ളവർ കാണട്ടെ, കാതുള്ളവർ കേൾക്കട്ടെ. കാണാം, എനിക്ക് കാണാം. കുന്നോളം പൊന്നിനേക്കാൾ വലുതാണൻ പൊന്നോമനെ എന്ന് ചൊല്ലി ഞാൻ എന്റെ കുഞ്ഞിനെ ചോദിച്ചപ്പോ ഭൂതം ഭൂതം എന്ന് കണ്ണുകളാണ് ആവശ്യപ്പെട്ടത്. ഇന്ന് ഭൂതങ്ങളെ എന്റെ കവിയുടെ ജീവൻ തിരിച്ചു കിട്ടാനായി എന്താണ് ഞാൻ നിങ്ങൾക്ക് നൽകേണ്ടത്? പറയൂ, എന്താണ് ഞാൻ നൽകേണ്ടത്? ചിരിച്ച മുഖത്ത് നോക്കി ഈ അമ്മ തപസ് ചെയ്യുമ്പോ കൈകൾ വിറയ്ക്കുകയാണ്. ഇടറുകയാണ്. കൊല്ലേണ്ടതെങ്ങനെയെന്നറിയാതെ ഉരുളൻ പാറക്കല്ലുകൾ മലമുകളിലേക്ക് ഉരുണ്ട് കൈകൾ താഴേക്ക് തള്ളിയിടുമ്പോ നിങ്ങൾ എന്നെ ഭ്രാന്തനെന്ന് വിളിച്ചു. എങ്കിൽ ഇരിപ്പറ, നിന്റെ മക്കളിൽ ആരാണ് ഭ്രാന്തൻ? നിന്റെ മക്കളിൽ ആരാണ് അനാഥൻ? അല്ലോ, അവൻ ഭ്രാന്തനല്ല, അവൻ അനാഥനുമല്ല. എന്റെ കൂടപ്പിറപ്പാണ് അവൻ. ജന്മം നൽകിയ പിതാവിന്റെ ജീർണിച്ച ശവശരീരത്തിനു മുന്നിൽ ഒന്ന് പൊട്ടിക്കരയാൻ പോലും കഴിയാത്തവൻ. നൊന്തുപെറ്റ അമ്മയുടെ ശവത്തിന് മുന്നിൽ മുഖം തിരിച്ചു നിന്നവൻ. അവന്റെ ചുണ്ടുകളിലല്ല മണക്കൊത്തലാണ് കവിത. ചത്ത് ഇനി വല്ല ഇലക്ഷനും പോയില്ലേ? നമുക്ക് വല്ലതും കിട്ടുമോ നോക്കാം. വേണ്ട വേണ്ട, ഞങ്ങളുടെ കുഞ്ഞിനൊന്നും വേണ്ട. മൂക്കിൽ നിന്ന് വലിച്ചിറങ്ങുന്ന രക്തത്തിന്റെ തീർച്ചയായും ഒഴുക്കളായി കഴിക്കും മുന്നേ അവരെ ഇവിടെ നിന്ന് കൊണ്ടുപോയാ മാത്രം മതി. കൊണ്ടുപോ. ചെടികൾക്കും പേരില്ലാത്ത അനാഥരുടെ ഉദ്യാനത്തിൽ കവിത എഴുതുന്ന കൈകളും അക്ഷരങ്ങൾ ഉറങ്ങുന്ന മനസ്സ് കെട്ടിമറിക്കാതെ ഞാൻ അവനൊരു കല്ലറ തീർക്കാം. ഇന്ന് താൻ മകനെ. അമ്മേ, അമ്മേ, അവിടുന്ന് ആരാണ്? കേട്ടിട്ടില്ലേ? 9 പേരവർ കൽപ്പടിക്കാർ ഓരമ്മ പെറ്റവരായിരുന്നു. ഞാനാണോ അമ്മ? അമ്മേ, ശീതീകരിച്ച പെട്ടിയിൽ കൂട്ടിൽ നിന്നു
കുഴിപാട് കുളം തോണ്ടി നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഓരോരുത്തരും ഓർക്കുക, നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. നിറങ്ങളില്ലാത്ത ക്യാൻവാസിലേക്ക് വേച്ച് നടന്നെടുക്കുന്ന ആ പച്ചവരെ നമുക്ക് അയ്യപ്പൻ എന്ന് വിളിക്കും. ഇത് വെറും സൂചന മാത്രം. നന്ദി, നമസ്കാരം.